നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് പോവാണെന്ന് അഖിൽ സാർ വിശ്വസിക്കുന്നു മക്കളെ. ഇനി നീറ്റ് എക്സാമിന് 20 ദിവസത്തിൽ താഴെ സമയമുള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഈ സമയങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കളയരുത്. സമയം കളയുന്നല്ല, പുതിയ കാര്യങ്ങൾ പഠിച്ചോ, പക്ഷെ അത് കുറവായിരിക്കണം. ഒരു ദിവസത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 20% ഒക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ പ്രശ്നമില്ല. ബാക്കി 80% എന്തിനു വേണ്ടി ചെലവാക്കുക? റിവേഴ്സ് ചെയ്യാന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാന്, മോക്ക് എക്സാം ഒക്കെ ചെയ്യാൻ വേണ്ടി സമയം കളയാം. പുതിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയണം മക്കളെ. ഞാൻ 3ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യം നീറ്റ് നടന്നല്ലോ. ആദ്യത്തെ നീറ്റ് എക്സാമിൽ 400 മാർക്കിനേക്കാൾ കുറവുള്ളവർ ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 20 ദിവസത്തിലെ ആദ്യത്തെ 14 ദിവസം, ആദ്യത്തെ രണ്ടാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യണം. രാവിലെ എണ്ണിറ്റാൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി റിവൈസ് ചെയ്യാം. ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രം റിവൈസ് ചെയ്യല്ലേ, 3 സബ്ജക്റ്റും ഒരു ദിവസം റിവൈസ് ചെയ്യാൻ നോക്കുക. ഏതാണോ നിങ്ങൾക്ക് ടഫ് അതിന് കൂടുതൽ സമയം കൊടുക്കുക. ബയോളജി ആണല്ലോ കൂടുതൽ സ്കോർ ചെയ്യേണ്ടത്, അതിനൊരു 6 മണിക്കൂർ, ഫിസിക്സ് ഒരു 5 മണിക്കൂർ, കെമിസ്ട്രി ഒരു 5 മണിക്കൂർ, അങ്ങനെ 16 മണിക്കൂർ മിനിമം പഠിക്കാൻ നോക്കുക. ഒരു 7 മണിക്കൂർ ഉറങ്ങുക, അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങുക, 3 മണിക്കൂർ നിങ്ങളുടെ പരിപാടിക്ക് കളയുക, ബാക്കി 16 മണിക്കൂർ പഠിക്കാൻ നോക്കുക. 16 മണിക്കൂർ ബയോളജി 6, ഫിസിക്സ് 5, കെമിസ്ട്രി 5, ഒരു ദിവസം 3 സബ്ജക്റ്റും പഠിക്കണം. 14 ദിവസം കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. ബാക്കിയുള്ള 6 ദിവസം, 3ാമത്തെ ആഴ്ച, 2 ആഴ്ച റിവൈസ് ചെയ്ത് 3ാമത്തെ ആഴ്ച രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ റിവൈസ് ചെയ്യാം. ഈവനിങ് ടൈമിൽ മോക്ക് എക്സാം എടുക്കുക. ഏത് സമയത്ത്? 2 മുതൽ 5 മണി വരെ. നീറ്റ് എക്സാം ആ സമയത്താണല്ലോ. ആ സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിൽ ഒരു റൂമിൽ കയറുക, സൈലന്റ് ആയിട്ടിരുന്ന ഒരു എക്സാം എഴുതുന്ന പോലെ സമയം വെച്ച് നിങ്ങൾ 2 മണി മുതൽ 5 മണി വരെ മോക്ക് എക്സാം എടുക്കുക. മോക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? ആ പേപ്പർ മടക്കി കാൽക്കുലേറ്റ് ചെയ്യണം. മാർക്ക് കൂട്ടി നോക്കിയിട്ട് പേപ്പർ അടച്ചു വെക്കുകയാണോ? വേണ്ട. അതിൽ നിന്ന് എന്താ മിസ്റ്റേക്ക്? ഏത് ക്വസ്റ്റിനാ കിട്ടാത്തത്? 180 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ മോക്ക് എക്സാമിന് 180 ക്വസ്റ്റ്യൻ കിട്ടില്ലല്ലോ. അപ്പൊ അത് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. കിട്ടാത്ത ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എന്താണ് മിസ്റ്റേക്കുകൾ? എന്താണ് ആ പേപ്പറിൽ വരുത്തിയ മിസ്റ്റേക്കുകൾ? എന്താണ്, ഏത് ഇക്വേഷനാണ് ഞാൻ മനസ്സിലാക്കാഞ്ഞത്? ഏത് കൺസെപ്റ്റാണ് എനിക്ക് കിട്ടാത്തത്? ഏത് ഭാഗത്താണ് ഞാൻ വീക്ക്? അതൊക്കെ മനസ്സിലാക്കുക. ആ 180 ക്വസ്റ്റ്യനും ചെയ്ത് നോക്കിയിട്ട് വേണം അന്ന് കിടന്നുറങ്ങാൻ. ചെയ്ത ശേഷം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരാഴ്ച ഫുൾ റിവൈസ് ചെയ്യുന്നു. മോക്ക് എക്സാം വേണ്ട, കാരണം പഠിക്കാതെ എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആദ്യത്തെ 2 ആഴ്ച റിവൈസ് ചെയ്യുന്നു. പിന്നത്തെ 3ാമത്തെ ആഴ്ച രാവിലെ റിവിഷൻ, പിന്നെ മോക്ക് എക്സാം. വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരം മോക്ക് എക്സാം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ 2 ആഴ്ച കൊണ്ട് റിവിഷൻ കംപ്ലീറ്റ് ആയാൽ, 2 ആഴ്ച കൊണ്ട് റിവിഷൻ കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, കോൺഫിഡൻസ് വന്നാൽ പിന്നത്തെ 3ാമത്തെ ആഴ്ച രാവിലെ റിവിഷൻ, വൈകുന്നേരം മോക്കിന് പകരം വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരം മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, രാവിലെ റിവൈസ് ചെയ്യുക, വൈകുന്നേരം മോക്ക് എക്സാം എടുക്കാം. അങ്ങനെയാണെങ്കിൽ 6 ദിവസം എത്ര കിട്ടും? 6 മോക്ക് എക്സാം കിട്ടും. 6 മോക്ക് എക്സാമിന് ശേഷം നിങ്ങളുടെ മാർക്ക് കൂടുന്നുണ്ടോ നോക്കുക. 400 എന്നുള്ളതൊരു 500-550 പ്ലസിലേക്ക് വരുന്നുണ്ടോ നോക്കുക കേട്ടോ നിങ്ങളുടെ സ്കോർ. ഇനി 2ാമത്തെ ആൾക്കാരാണ് 400-നും 500-നും ഇടയ്ക്ക് ഇപ്പൊ സ്കോർ നിൽക്കുന്നവർ. 400-നും 500-നും ഇടയ്ക്ക് സ്കോർ നിൽക്കുന്നവർ എന്ത് ചെയ്യണം ചോദിച്ചാൽ, ഇനിയുള്ള 20 ദിവസങ്ങളിൽ രാവിലെ കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക, വൈകുന്നേരങ്ങളിൽ മോക്ക് എക്സാം എടുക്കുക. ഇവിടെ അങ്ങനല്ല, അവർ 2 ആഴ്ച റിവൈസ് ചെയ്യണം, പിന്നെ മോക്ക് എക്സാം എടുത്താൽ മതി. ഇവിടെ മോക്ക് എക്സാം എല്ലാ ദിവസവും എടുക്കാം. രാവിലെ റിവിഷൻ, വൈകുന്നേരം മോക്ക് എക്സാം. അതേതാ സമയം? 2 മണി മുതൽ 5 മണി വരെ മോക്ക് എക്സാം. എക്സാം ഹോളിലെ പോലെ നിങ്ങൾ സൈലന്റ് ആയിട്ട് റൂമിലിരുന്ന് എടുക്കുന്നു. പിന്നെ ആ പേപ്പറിലെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്നു, അനലൈസ് ചെയ്യുന്നു. 180 ക്വസ്റ്റ്യനിൽ 100 എണ്ണമേ കിട്ടിയിട്ടുള്ളെന്നിരിക്കട്ടെ, ബാക്കി 80 ക്വസ്റ്റ്യന് കണ്ടുപിടിക്കാൻ വേണ്ടി വേണം പിന്നീടുള്ള സമയം കളയാൻ. എന്നിട്ട് ആ 180 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് ആ പേപ്പർ കംപ്ലീറ്റ് അരിച്ചു പിറക്കി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ കിടന്നുറങ്ങാം. എന്തായാലും മോക്ക് എക്സാമിന്റെ പേപ്പർ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം അന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, ഇനി അടുത്തത് 550-ന് മുകളിൽ സ്കോർ കിട്ടിയവർ. 550-ന് മുകളിൽ സ്കോർ കിട്ടിയവർ ഇനി 20 ദിവസമുണ്ട്. 20 ദിവസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അവർ ദിവസം 2 മോക്ക് എക്സാം എടുക്കാം. ഒന്ന് മോർണിംഗിൽ, ഒന്ന് ഈവനിങ്ങിൽ. മോർണിംഗിൽ എന്താ? 6 തൊട്ട് 9 മണി. രാവിലെ 6 മണിക്ക് എണീക്കുന്നു, പല്ലൊക്കെ തേച്ച് നേരെ 6 മണിക്ക് ഇരിക്കുന്നു, 9 മണി വരെ സൈലന്റ് ആണല്ലോ. ആ സമയത്ത് നല്ലപോലെ ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും.
6 മണി മുതൽ 9 മണി വരെ വീട്ടിൽ ഇരുന്ന് മോക്ക് എക്സാം എടുക്കുന്നു. 9 മണിക്ക് പോയി ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് ആ പേപ്പറിലെ കിട്ടാത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു. ഏത് ഇക്വേഷനാണ് മറന്നു പോയത്, ഏത് ഭാഗമാണ് വീക്ക്, ഏതാണ് വീക്ക് ടോപ്പിക്ക് മനസ്സിലാക്കുന്നു. വൈകുന്നേരങ്ങളിൽ വീണ്ടും 2 മണിക്ക് തന്നെ കണ്ടോ, അടുത്ത എക്സാം അന്ന് തന്നെ 2 മണിക്കുണ്ട്. അപ്പൊ അതിന് മുമ്പേ നിങ്ങൾ അനലൈസ് ചെയ്ത് തീർക്കണം. 2 മണിക്ക് മുമ്പ്, 2 മണിക്കെന്നല്ല, ഒരു 12 മണിക്ക് മുമ്പേ നിങ്ങൾ അനലൈസ് ചെയ്ത് തീർക്കണം. എന്നിട്ട് 2 മണി മുതൽ 5 മണി വരെ അടുത്ത മോക്ക് എക്സാം എടുക്കുന്നു. അതിലെ മിസ്റ്റേക്കുകൾ പറ്റിയ ഭാഗം ഏതാ, കിട്ടാത്ത ക്വസ്റ്റ്യൻ ഏതാ, അത് അനലൈസ് ചെയ്യുന്നു. ഇങ്ങനെ 3 ഞാൻ തിരിച്ചിട്ടുണ്ട് മക്കളെ. 400-ൽ കുറവ് മാർക്കുള്ളവർ ആദ്യത്തെ 2 ആഴ്ച റിവിഷൻ, 3-ാമത്തെ ആഴ്ച മോക്ക് എക്സാം. വൈകുന്നേരം മാത്രം, അല്ലെങ്കിൽ 2 നേരം എടുക്കാൻ പ്രശ്നമില്ല. 400-550 ഇടയ്ക്കുള്ളവർ 20 ദിവസവും മോക്ക് എക്സാം എടുക്കണം. രാവിലെ റിവൈസ് ചെയ്ത് വൈകുന്നേരം മാത്രം മോക്ക് എക്സാം എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയുള്ളവർക്കോ 20 മോക്ക് കിട്ടിയിട്ടുണ്ട്. 20 മോക്ക്. ഇങ്ങനെയുള്ളവർക്ക് 6 മോക്ക്, ഇങ്ങനെയുള്ളവർക്ക് 20 മോക്ക് എക്സാം കിട്ടും. ഇങ്ങനെയുള്ളവർക്കോ ഡെയിലി 2 എണ്ണം വെച്ച് 20 ദിവസം ആകുമ്പോഴും 40 മോക്ക് എക്സാം. 40 മോക്ക് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്താലുണ്ടല്ലോ, നിങ്ങളുടെ സ്കോർ 550 ആണെന്നിരിക്കട്ടെ, അത് ഉറപ്പായിട്ടും മക്കളെ 650 സ്കോറിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു കോൾ വന്ന മക്കളെ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഫോളോ ചെയ്യാം. ഞാൻ ഒരു സംഭവം പറഞ്ഞാണ്, നിങ്ങൾ എന്താണെങ്കിലും, നിങ്ങൾ ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും റിവിഷൻ, ഒരു ദിവസം റിവിഷനും കൊണ്ടുപോവുക, മോക്കും കൊണ്ടുപോവുക. റിവിഷനും മോക്കും രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ നല്ല മാർക്ക് വരും. ഏത് കാറ്റഗറിയുള്ള ആൾക്കാരായിക്കോട്ടെ, ഇത് രണ്ടും ഫോളോ ചെയ്താലേ നല്ല മാർക്ക് വരുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? എന്തൊക്കെ സാറേ ഞങ്ങൾ അവോയ്ഡ് ചെയ്യണം? അവോയ്ഡ് ചെയ്യേണ്ടതാ കൂടുതൽ, ഫോളോ ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ അവോയ്ഡ് ചെയ്യില്ല. റിവിഷനും മോക്കും ഫോളോ ചെയ്താൽ മതി, അവോയ്ഡ് ചെയ്യേണ്ടതാ കൂടുതൽ. മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടല്ലേ അവോയ്ഡ് ചെയ്യാൻ പറയണത്. ഒരുപാട് ഉറങ്ങരുത്, കുറച്ച് ഉറങ്ങല്, ലെസ് സ്ലീപ്പ്. 4, 3, 5 ഒക്കെ ഉറങ്ങാൻ നിൽക്കരുത്. 8, 9, 10 മണിക്കൂറൊന്നും ഉറങ്ങാൻ നിൽക്കരുത്. ഏറ്റവും നല്ല ഉറക്കം 6, 7 മണിക്കൂർ ഉറങ്ങുക. 6 മണിക്കൂർ 7 മണിക്കൂർ ഏതായാലും പ്രശ്നമില്ല. 6, 7 മണിക്കൂർ ഉറങ്ങുക. റിവിഷൻ മാത്രമാക്കല്ലേ, മോക്ക് എക്സാം എടുക്കണം. ചിലർ മോക്ക് എക്സാം റിവിഷൻ മാത്രമാക്കും, മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യില്ല. മോക്ക് മാത്രമാക്കിയാലും പ്രശ്നമൊന്നുമില്ല. റിവിഷൻ മാത്രമാക്കിയാലും മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. കാരണം എന്താ അറിയോ, റിവൈസ് ചെയ്ത് അത്യാവശ്യം ഇക്വേഷനൊക്കെ അറിഞ്ഞാലേ മോക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. മോക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും റിവൈസും ചെയ്ത് കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂ, ഇത് ചെയ്താലേ ഇതും റെഡി ആവുള്ളൂ. റിവിഷനും ഒക്കെ രണ്ടും കൂടെ കൊണ്ടുപോവാ. സ്റ്റിൽ വാച്ചിങ് ലെക്ചേഴ്സ്, ഇപ്പോഴും ക്ലാസ് കണ്ടോണ്ടിരിക്കല്ലേ. റേ ഒപ്റ്റിക്സ് എനിക്കറിയില്ല സാർ, അതിലെ കൺസെപ്റ്റ് അറിയില്ല. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നീ 2 മണിക്കൂറിന്റെ വല്ലം വീഡിയോ കാണ്. 2 മണിക്കൂറിന്റെ വീഡിയോ 1.5 സ്പീഡിലിട്ട് നേരെ അത് കണ്ടു തീർക്ക്. എന്നിട്ട് ഇക്വേഷനൊക്കെ എഴുതി വെക്ക്. അല്ലാതെ റേ ഒപ്റ്റിക്സിന്റെ ഇപ്പോഴും 6, 7 മണിക്കൂറിന്റെ ഒന്നും വീഡിയോ കാണാൻ നിൽക്കണ്ട. 1 ഷോട്ട് 2, 2.5 മണിക്കൂറിന്റെ ഒക്കെ കാണാം. നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, അറിയാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ വേഗം വീഡിയോ കണ്ടു തീർക്കുക. ഒരുപാട് നീളമുള്ള 5, 6 മണിക്കൂറുള്ള ലെക്ചറുകൾ കാണാൻ നിൽക്കരുത്. ചെറിയ ലെക്ചറുകൾ കാണാം. ഓക്കെ, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം കണ്ടോണ്ടിരുന്ന അങ്ങനെ ആവും. അയ്യോ എന്താ പൂക്കി ചിരിച്ചു, വിജയ് സസ്പെൻഡ് ചെയ്തു, അവിടെ അജിത്തിനെ കാണാൻ പോയി, അതായത് പിന്നെ തൂക്കി നിറഞ്ഞ കരങ്ങളോടെ, അതൊക്കെ കണ്ടോണ്ടിരുന്ന നിങ്ങളുടെ സമയം പോകത്തുള്ളൂ മക്കളെ. അപ്പൊ സോഷ്യൽ മീഡിയ കാണാതിരിക്കുക. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 720 മാർക്ക് വാങ്ങിക്കുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലും ആ എക്സാം മോളിൽ പോയിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും മോക്ക് എക്സാം എഴുതാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോളും. മോക്ക് എക്സാം എടുത്താൽ തന്നെ അതിലെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനാണ് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഈ ക്വസ്റ്റ്യൻ ഓർമ്മ വരുന്നുണ്ടോ, ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ, ഈ ടോപ്പിക്കിൽ ഞാൻ കിങ് ആണോ അതോ കോങ് ആണോ, ഇതിൽ ഞാൻ ആരാണ്, തീയാണോ എലിയാണോ പുലിയാണോ, മനസ്സിലാക്കാൻ വേണ്ടി മോക്ക് എക്സാം ഉപയോഗിക്കാം. മോക്ക് എക്സാം എഴുതി കഴിഞ്ഞു, സാർ എനിക്ക് 720-ൽ 400 ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനല്ല. 400 ഉള്ളെങ്കിൽ ബാക്കി 320 മാർക്ക് പോകാനുള്ള കാരണം കണ്ടുപിടിച്ച് ആ 320 മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അടുത്ത എക്സാമിൽ 450 ആക്ക്, പിന്നെ 500 ആക്ക്, അങ്ങനെ കയറിപ്പോവാൻ നോക്ക്. ഒരു എക്സാം എഴുതി അതിലെ മാർക്ക് കൂട്ടി നോക്കി. എന്തായാലും കൂട്ടി നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ. കൂട്ടി നോക്കി വിഷമിക്കാനല്ല, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അടുത്ത മോക്ക് എക്സാമിൽ തിരുത്തുക. മോക്ക് എക്സാമുകൾ നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി മാത്രമായി എടുക്കുക, അല്ലാതെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനല്ല. നെവർ കാൽക്കുലേറ്റ്. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും, പോട്ടെ, എനിക്ക് 400 ഉണ്ട്, അടുത്ത 450 പിടിക്കണം, അടുത്ത 500 പഠിക്കണം. ആ ഒരു കോൺഫിഡൻസ് വരണം. അയ്യോ 400 ഉള്ളൂ, ഞാൻ ബുക്ക് അടച്ച് വെക്കുക എന്ന് കരുതാനല്ല മോക്ക് എക്സാം. എനിക്ക് മാർക്ക് കുറഞ്ഞാൽ അതിന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, അടുത്ത എക്സാമിൽ കൂട്ടി വരാൻ നോക്കുക. ഓക്കെ, ഇതാണ് മക്കളെ ഇനിയുള്ള 20 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ലപോലെ ഫോളോ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലപോലെ പഠിക്കുക.
ഓവർ കോൺഫിഡൻസോടെ ഇരിക്കരുത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കരുത്. ഒരു മിനിമം കോൺഫിഡൻസിൽ പോവുക. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. റിവിഷൻ, മോക്ക് എക്സാം ഒക്കെ ഒരുപാട് ടെലഗ്രാമിൽ കിട്ടും. ടെലഗ്രാമിൽ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയില്ല. ഓക്കെ, ഗൂഗിളിലൊക്കെ കിട്ടും. അതൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അലൻ, ആകാശ് അവരൊക്കെ കിട്ടും മോക്ക് എക്സാമുകൾ. നമ്മുടെ തന്നെ എജുപോർട്ടിന് മോക്ക് എക്സാം ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മക്കളെ.